മമ്മൂക്ക നോ പറഞ്ഞിരുന്നെങ്കിൽ ഭ്രമയുഗം ഉണ്ടാവുമായിരുന്നു? ഇല്ല, മമ്മൂക്കയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ക്യാരക്ടറാണ് കൊടുമൺ പോറ്റി. കൊടുമൺ പോറ്റി ഒരു ചിരി ചിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക ചിരിച്ച ഒരു ചിരി കണ്ട് നമ്മൾ തിയേറ്ററിൽ നമ്മളുടെ കണ്ണ് തള്ളി. ഈ ചിരി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഭരതൻ സാറിന്റെ ഡയറക്ഷനും KPC ലളിത ചേച്ചിയുടെ ആക്ടിങ്ങും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ്. മനസ്സിലൊരു ലഡ്ഡു പൊട്ടി. ഭയങ്കര സന്തോഷമല്ലേ അതിപ്പോ നിങ്ങൾ കേൾക്കുവാണെങ്കിലും നിങ്ങളുടെ അച്ഛനും അമ്മയുടെ ഒരു കോംബോ, സത്യത്തിൽ കോംബോ തന്നെയാണ്. ശരിക്കും നിങ്ങൾ എന്താ കുക്ക് ചെയ്തോണ്ടിരുന്നത്? ഒരു സൂപ്പാണ്. ഭ്രമയുഗം സൂപ്പ്. മമ്മൂക്കയെ പോലെ ഇത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് എങ്ങനെ നിങ്ങൾ ഈ ചിക്കനൊക്കെ ഫുൾ ചിക്കനൊക്കെ കടിച്ച് വെറുപ്പിച്ച്? കോൺഷ്യസ് ആണെങ്കിലും പുള്ളി ചിക്കനൊക്കെ കഴിക്കും. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് അമൽഡ, സിദ്ധാർത്ഥ് ഭരതൻ ആൻഡ് രാഹുൽ സദാശിവൻ. വെൽക്കം. അപ്പോൾ ഭ്രമയുഗം നമ്മളുടെ മലയാളം ഇൻഡസ്ട്രിയെ തന്നെ വേറൊരു ലെവലിലോട്ട് തന്നെ എത്തിച്ചു എന്ന് പറയാം. എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ? ഇപ്പോൾ ഭയങ്കര ഹാപ്പി. സൂപ്പർ ഹാപ്പി. ഇത്രയും വിചാരിച്ചിരുന്നോ? നല്ലൊരു റിസപ്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചു. ബട്ട് എല്ലാം കൊണ്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ല അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. സോ നല്ല സക്സസ് ആയി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു എക്സ്പീരിയൻസ് ആയി മാറി. സോ ഇറ്റ്സ് ഓവർവെൽമിംഗ് റെസ്പോൺസ്. സോ ക്വൈറ്റ് ഹാപ്പി. അമൽഡ പറയൂ, ആ ഒരു യക്ഷിയായിട്ടൊക്കെ വന്നപ്പോൾ ഇത്രയും വിചാരിച്ചിരുന്നോ ഈ ഒരു യക്ഷീനെ ഇത്രയും ആളുകൾ, ആകെ 2-3 സീനേ ഉള്ളൂ, ഇത്രയും അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരുന്നോ? അങ്ങനൊന്നും വിചാരിച്ചില്ല. ഞാൻ സിനിമ തന്നെ ആദ്യ ദിവസമാണ് കാണുന്നത്. അപ്പം അപ്പോഴാണ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. ബട്ട് കമന്റ്സ് ഒക്കെ വരുന്നതാണ് എന്താ യൂഷ്വൽ നമ്മൾ കണ്ട വൈറ്റ് സാരിയൊക്കെ കൊടുത്ത യക്ഷികൾ മാറിയിട്ട് ഇപ്പൊ പണ്ട് ചിത്രകഥയിലൊക്കെ വായിക്കുന്ന പവർഫുൾ യക്ഷിയെ നമുക്ക് കിട്ടിയെന്നൊക്കെ കമന്റ്സ് കാണുമ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷം. എന്താണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വലിയൊരു ആൾക്കാരെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു യക്ഷിയായി മാറുന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്. അപ്പം നല്ല കാര്യം, സന്തോഷം. ഈ ഭ്രമയുഗത്തിന് ശേഷം ഒരുപാട് തവണ ഈ വൈറ്റ് കോസ്റ്റ്യൂമിൽ കണ്ടു. ഈ യക്ഷി ഇൻസ്പയർഡ് ആയിട്ടാണ് കുറച്ച് പ്രൊമോഷൻസിന് പോയി മൈൻഡ് സെറ്റായി. രണ്ടുണ്ട്. നിങ്ങൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ ചോദിച്ചു എനിക്കില്ല നമ്മുടെ അയ്യോ ജഗതി ചേട്ടൻ ഇരിക്കുന്ന പുലിവാൽ കല്യാണത്തിൽ ജഗതി ചേട്ടൻ ഇരിക്കുന്ന ഒരു ഫീല്. നിങ്ങൾ ഇങ്ങനെ ഇത്രയും മോണോക്രോമാറ്റിക് ആയിട്ടൊക്കെ ഡ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പച്ചയൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ സിദ്ധാർത്ഥന്റെ ലൈക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ ഈ ഒരു റോള്? സന്തോഷമല്ല, ഹാപ്പി. ആകെ ഒരു 5 കഥാപാത്രങ്ങൾ, അതിൽ 2 പേര് കുറച്ച് മാത്രം. ഈ ഒരു 3 പേരെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക എന്നുള്ളത് എത്രമാത്രം ശ്രമകരമായിരുന്നു? ആസ് ലോങ് ആസ് എൻ്റെ നറേറ്റീവും സ്റ്റോറിയൊക്കെ ഓഡിയൻസിനെ ഹുക്ക് ചെയ്ത് ഇരുത്തുന്നുണ്ടെങ്കിൽ ഷുഡ് വർക്ക് എന്നാണ് ആ ഒരു വിശ്വാസത്തിലാണ് പടം എടുത്തത്. ബട്ട് അത് വർക്കായി. നമ്മൾ അങ്ങനെ കേട്ടിട്ട് ലൈക്ക് കണ്ടിട്ടില്ലാത്ത, മലയാളത്തിൽ അധികം കണ്ടിട്ടില്ലാത്ത ഒരു പാറ്റേൺ ആണ് ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണാവുന്ന കഥാപാത്രങ്ങൾ മാത്രമായിട്ടുള്ള സിനിമാസ്. ഇത് ആദ്യം ലൈക്ക് ഒരാളോട് ഷെയർ ചെയ്തപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഞാൻ ആക്ടേഴ്സിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർക്ക് തോന്നുന്നത്, ഐ മീൻ ലൈക്ക് ഈ ക്വസ്റ്റ്യൻ, ഈ ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ കുറച്ച് കാസ്റ്റിനെ വെച്ചിട്ട് എങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും ഒരു 2.5 hour ഫിലിം എന്നുള്ളത്. ബട്ട് ഈ ഫിലിമിൻ്റെ ഒരു ഡിസൈൻ നോക്കുമ്പോൾ എവറി ഫ്യൂ മിനിറ്റ്സ് എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെ പുതിയ ആഡഡ് ഇൻഫർമേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. സോ അത് ആ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു കംപ്ലീറ്റ് സ്റ്റോറി പറയുക എന്നുള്ളതാണ് ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച്. സോ ഞാൻ പിച്ച് ചെയ്തപ്പോൾ പീപ്പിൾ വർ ക്വൈറ്റ് എക്സൈറ്റഡ്. ഫസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഫോർമാറ്റിൽ തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ റിലീസായപ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ റിസപ്ഷൻ നമ്മളും ഫീൽ ചെയ്തത്. രാഹുൽ ഏട്ടൻ ഇത് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ലൈക്ക് മമ്മൂക്ക, അർജുൻ ചേട്ടൻ, സിദ്ധാർത്ഥൻ, നിങ്ങൾ 3 ആളാണ് ആ ഒരു മനയിൽ കംപ്ലീറ്റ്ലി ഉള്ളത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ലൈക്ക് പെട്ടെന്ന് തന്നെ ഇത് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ എന്താ? പെട്ടെന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് വേഷം, നല്ല കഥ, 3 പേരേ ഉള്ളൂ പറയാ പോരെ. നമുക്ക് തന്നെ പക്ഷേ ഇത് ഇപ്പൊ മൂവി ആയിട്ട് കാണുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ ഡീകോഡിങ്ങും എക്സ്പ്ലനേഷനും ഒക്കെ എടുത്ത് വീണ്ടും കാണുന്നുണ്ട് ഇതിന്റെ ഹിഡൻ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട്. അപ്പൊ നിങ്ങളോട് ഈ ഒരു കഥ പറയുന്ന സമയത്ത് നിങ്ങൾക്കും അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു? കോംപ്ലിക്കേറ്റഡ് ആയോന്ന് വെച്ചാൽ എനിക്കത് മനസ്സിലായില്ല. ഒരു സ്റ്റോറി ലൈൻ മനസ്സിലാക്കാനായിട്ട് ലൈക്ക് ഇല്ലല്ല, ഇപ്പൊ നിങ്ങൾ എത്ര സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കിയോ അത്ര സിമ്പിൾ ആയിട്ട് ഇതിൽ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് പിന്നീട് വർക്ക് ചെയ്യണല്ലേ. അത് പിന്നീട് നമ്മൾ ആ സാധനം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ആ അത്തരം ഹിഡൻ ഡീറ്റെയിൽസ് ഹി മൈറ്റ് ഗെറ്റ്, ഐ മൈറ്റ് ഗെറ്റ്.
ഈ ഒരു ഡീകോഡിങ്ങും എക്സ്പ്ലനേഷൻസ് ഒക്കെ യൂട്യൂബിലൊക്കെ ആയാലും ഒരുപാട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വരുന്നതെല്ലാം തന്നെ ഡയറക്ടർ ശരിക്കും ലൈക്ക് പ്ലാൻ ചെയ്ത സംഭവങ്ങൾ തന്നെയാണോ വരുന്നത്, അതോ നമ്മൾ മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത സംഭവങ്ങളൊക്കെ ഡീകോഡ് ചെയ്ത് പറയുന്നുണ്ടോ? അല്ല, ചിലത് നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ അവർ കറക്റ്റായിട്ട് ഡീകോഡ് ചെയ്ത് വരുന്നുണ്ട്. ചിലത് അതൊന്നും എക്സ്ട്രീം ആയിട്ട്, ചിലത് ഒരുപാട് ഞാൻ പോലും കാണാത്ത കുറെ ഒരുപാട് ഇൻഫർമേഷൻ വരുന്നുണ്ട്. സോ അതും എൻജോയ് ചെയ്യുന്നുണ്ട്. അതും അങ്ങനെ ഒരു ആംഗിൾ ഫിലിം വ്യൂവേഴ്സ് കാണുന്നുണ്ട് എന്നുള്ളൊരു ഒരു പോയിന്റ് ഉണ്ട് അത്. സോ അങ്ങനെ ആ ഒരു ഡീകോഡിങ് കണ്ട സമയത്ത് പെട്ടെന്ന് ഇങ്ങനെയും ആളുകൾ ചിന്തിച്ചോ എന്ന് തോന്നി പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സീൻ ഓർമ്മയുണ്ടോ? ഇല്ല, അതിന്റെ അതില് പൊളിറ്റിക്കൽ ഒരു ആംഗിൾ അതിൽ പറയുന്നുണ്ട്. സോ ഇറ്റ്സ് അബൌട്ട് പവർ, കറപ്ഷൻ, അതിന്റെ ഒരു ആംഗിൾ ഒക്കെ ഉണ്ട്. പക്ഷെ അത് വളരെ സട്ടിൽ രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതല്ലാണ്ട് ആ മോതിരം വേറെ ഒരാൾക്ക് കൈമാറുമ്പോൾ അവരുടെ പെർസ്പെക്റ്റീവില് പല ലേയേഴ്സ് ഇങ്ങനെ ഓരോരുത്തർ ഡീകോഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. സോ അത് കുറച്ച് സർപ്രൈസിങ് ആയിരുന്നു. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇറ്റ്സ് ജസ്റ്റ് എ സിമ്പിൾ സ്റ്റോറി. നമ്മൾ യൂഷ്വലി ഈ യക്ഷി എന്നൊക്കെ പറയുമ്പോൾ തന്നെ പണ്ട് കണ്ടു മറന്ന ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു യക്ഷിയുടെ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് ഈ ഒരു രീതിയിലാക്കാൻ ഒരുപാട് പണ്ട് മുതലേ ഈ പറയുന്ന പോലെ ചിത്രകഥകളും അതുപോലെ ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടും വായിച്ചിട്ടുള്ള ആളാണോ? ഡെഫിനറ്റ്ലി. നമ്മുടെ ഫോക്ക് ലോർ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ അങ്ങനെ വായിച്ചിട്ടുണ്ട്, കുറേ മുത്തശ്ശി കഥകൾ കേട്ടിട്ടുണ്ട്. സോ എന്തെങ്കിലും ഒരു സമയത്ത് ഇതുമാതിരി ഇങ്ങനത്തെ ഒരു ജോണർ, ഇങ്ങനത്തെ ഒരു സ്പേസിലൊരു കഥ പറയണമെന്ന് തോന്നി. യക്ഷിയുടെ ക്യാരക്ടറൈസേഷൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മുടെ ഇനീഷ്യൽ കുറേ വേറെ സ്കെച്ചൊക്കെ, അപ്പോൾ കുറേ സ്കെച്ച് ആർട്ടിസ്റ്റിനെ വെച്ച് നമ്മൾ അഭിലാഷ് എന്ന് പറഞ്ഞൊരു കസിനുണ്ട്, പുള്ളി സ്കെച്ചസ് ഒക്കെ വരച്ചു. നമ്മൾ അങ്ങനെ കുറെ റിസർച്ച് ചെയ്ത് ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് നോക്കി. വേറെ കോസ്റ്റ്യൂം വേറെ ആയിരുന്നു, ട്രൈ ചെയ്തു. പിന്നെ അത് മിനിമലാക്കി ഈ വളം മാറ്റാം, ഇത് മാറ്റാം, ഈ കാലിൽ ഇത് മാറ്റാം, അങ്ങനെ മാറി മാറി അവസാനം ഭയങ്കര ബേസിക്, വെരി മിനിമലായി. സോ അത് ഓവർ ടെസ്റ്റ് ഷൂട്ടും ട്രയലും, ലോട്ട് ഓഫ് ട്രയൽ ആൻഡ് എറർ ഫേസ് ഏതൊരു ക്യാരക്ടറിനെ എടുക്കുകയാണെങ്കിൽ. സോ അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് ഒരു വി ഓൾസോ അണ്ടർസ്റ്റുഡ് keeping it minimal is the best way to portray. അമലയുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ ഇംപ്രവൈസേഷൻസ് ആണ് ആ ഒരു ക്യാരക്ടറിന് ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ ഇല്ലട്ടോ, ഞങ്ങള് ഒന്നിച്ച് തന്നെ വർക്ക് ചെയ്ത് എടുത്താണ്. പിന്നെ ചെറിയ ആ മൂവ്മെന്റും അങ്ങനത്തെ സാധനങ്ങളെ കുറിച്ചൊക്കെ ഒരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു. വാക്ക് നമ്മൾ കുറേ വാക്ക് നമ്മൾ ശ്രമിച്ചായിരുന്നു. കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തു വാക്ക്. ഇപ്പൊ നമുക്ക് ഡിക്യുവിന്റെയും മമ്മൂക്കയുടെയും നായിക എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇതില്. ലൈക്ക് രണ്ടാളുടെ ഒപ്പം ഒരുപോലെ അഭിനയിക്കാൻ പറ്റിയ അങ്ങനെ കുറച്ച് നായികമാരെ കാണുള്ളൂ. എന്ത് തോന്നുന്നു? ഡിക്യുവിന്റെ ഒപ്പം കമ്മട്ടിപ്പടം എന്ന് വെച്ചാൽ എനിക്ക് രാജീവ് റോയിയുടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ അത് ഡിക്യു പിന്നീട് അതിന് ഭാഗ്യത്തിന് സംഭവിച്ചു പോയ ആളാണ്. അപ്പം ഭാഗ്യം. ഏകദേശം അതിന്റെ ഒരു ആംഗിളിൽ തന്നെ. അപ്പോൾ സിദ്ധാർത്ഥേട്ടാ, ഞാൻ കണ്ട ഒരു കമന്റ് ആണ്, അത് ചേട്ടൻ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. സിദ്ധാർത്ഥേട്ടന്റെ ലൈക്ക് ആക്ടിങ്ങും എല്ലാം കൊണ്ട് ഈ ഒരു നമ്മുടെ ട്രെയിലറിലും ഒരുപാട് പേരുടെ റിവ്യൂസിലൊക്കെ വന്ന കമന്റാ. ഭരതൻ സാറിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ KPC ലളിത ചേച്ചിയുടെ ആക്ടിങ്ങും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് സിദ്ധാർത്ഥേട്ടന്. ഈ ഒരു കമന്റ് ഒക്കെ കാണുമ്പോൾ എന്താ ലൈക്ക് കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ? മനസ്സിലൊരു ലഡ്ഡു പൊട്ടി. ഒരുപാട് ഭയങ്കര സന്തോഷമല്ലേ അതിപ്പോ നിങ്ങൾ കേൾക്കുവാണെങ്കിലും നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും ഒരു കോംബോ, സത്യത്തിൽ കോംബോ തന്നെയാണ്. ഇതിലും കൂടെ റിഫ്ലക്ട് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ മനസ്സിലൊരു ലഡ്ഡു തന്നെ പൊട്ടും. അതുപോലെ തന്നെ നമ്മൾ കണ്ട വേറെ കമന്റ് ആണ് ഈ സ്റ്റോറി നറേഷൻ. നമ്മുടെ ഈ മലയാളത്തിൽ തന്നെ ഒട്ടുമിക്ക സിനിമകളിലും ഏറ്റവും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നറേഷനാണ് ലളിത ചേച്ചിയുടെ നറേഷൻ. അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ സിദ്ധാർത്ഥന്റെ ഒരു നറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയായിട്ട് ഇങ്ങനെ ഒരു കമ്പയറിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ചാൻസ് കിട്ടി ചെയ്തു, നന്നായി ചെയ്യണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് ഈ പറഞ്ഞ പോലെ അമ്മ ഇങ്ങനെ ചെയ്തു വെച്ചതിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, വി നോ ദാറ്റ്. അതെ, ആ നറേഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഈ കൊടുമൺ പോറ്റിയുടെ പൂർവികരുടെ കഥയൊക്കെ. അപ്പൊ നമുക്കതൊരു പ്രീക്വൽ ആയിട്ടൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? കഥ പറഞ്ഞു കഴിഞ്ഞില്ല, ഇനി എങ്ങനെയാണ് പ്രീക്വൽ? ലൈക്ക് അത് നമുക്ക് കുറച്ചുകൂടെ ഇതാണ് കഥ, എല്ലാവർക്കും അറിയാലോ. അത് പ്രീക്വൽ പോറ്റിയുടെ കഥ അതെ പോസിബിൾ ആണല്ലേ? യെസ്.
പ്രതീക്ഷിക്കാം. പുള്ളിക്ക് എന്തോ ഒരു വഴി ഉണ്ടായില്ല. He's seeing some way in it. ഇപ്പത്തേക്ക് പ്ലാൻസ് ഒന്നുമില്ല, പ്ലാൻസ് ഒന്നുമില്ല. ബട്ട് പല വിൻഡോസും പല വിൻഡോ doors ഉം അടയ്ക്കുന്നില്ല open- അതെ, ഇപ്പത്തേക്ക് അങ്ങനത്തെ ഒരു പ്ലാനും ഇല്ല. ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ മൂവിയിൽ ശ്രദ്ധിച്ചൊരു സംഭവം, ഈ മൂവി ത്രൂ ഔട്ട് നമ്മുടെ അർജുൻ അശോകൻ ചേട്ടന്റെ ക്യാരക്ടർ, ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പോസ്റ്റർ ഉണ്ട്. വളരെ ഒരു ആ നടപ്പൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ്, ഇങ്ങനെ ഒരു താഴ്ന്ന് കുനിഞ്ഞുള്ളൊരു നടത്തം. ആ ഒരു പണ്ട് കാലത്തെ ആ ഒരു ആളുകളുടെ ഒരു പോസ്റ്ററാണ് കംപ്ലീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇതൊക്കെ ചേട്ടൻ തന്നെ ലൈക്ക് ഇംപ്രവൈസ് ചെയ്ത സംഭവമാണോ? അല്ല, നമ്മള് നറേഷൻ പറയുമ്പോൾ ആക്ടേഴ്സിന് അവർക്കൊരു വേർഷൻ മൈൻഡിൽ അവർ കാണുമല്ലോ. സോ അവരത് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് സജഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. അതൊക്കെ അർജുൻ തന്നെ കൊണ്ടുവന്ന ആ ബോഡിയിൽ ചെറിയൊരു നമുക്ക് പറയാം, ഇങ്ങനെ അങ്ങനത്തെ ഒരു വളരെ താഴ്മയായി ഇങ്ങനെ വിധേയത്തോടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ടിന് മുന്നേ തന്നെ പോയി നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തു. ഡിസൈഡഡ് ആയിരുന്നല്ലോ. മമ്മൂക്ക ത്രൂ ഔട്ട് ലൈക്ക് ആ ഒരു കൊടുമൺ പോറ്റി അല്ലെങ്കിൽ ചാത്തൻ ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു. അപ്പോ വെരി സ്വീറ്റ് ഗായ് ആക്ച്വലി. മമ്മൂക്കയോടൊപ്പം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വെരി പ്രൊഫഷണൽ, വെരി വെരി സ്വീറ്റ് പേഴ്സൺ ടു വർക്ക് ആക്ച്വലി. അത് നമ്മളും ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയി പോകും. ജസ്റ്റ് ടു സിറ്റ് നെക്സ്റ്റ് ടു ഹിം ടോക്ക്, years and years and years of experience. നമ്മൾ just I'm a newcomer, so adaka it's a lot of wisdom coming from him. So about just to spend some, and every minute spent with him is a quality time. So adu nammade oru memory aayittu adu maarum. So adu enjoy the settle ellarum more than 140 members, we all enjoyed that. പുള്ളി വരുമ്പോഴുള്ള ഒരു പ്രസൻസ് ഉണ്ടല്ലോ. സോ ദാറ്റ്സ് ഗ്രേറ്റ്. ഈ ഒരു മൂവി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആ ഒരു വിധേയൻ, ആ ഒരു ക്യാരക്ടർ ഒക്കെ മൈൻഡിൽ വന്നിരുന്നോ? വിധേയൻ അതിന്റെ ആ പോസ്റ്ററിൽ വന്ന ലുക്കും കുറെ കമ്പാരിസൺ ഒക്കെ അത് വളരെ ആക്സിഡന്റൽ ആയിരുന്നു. അതെ അതെ, അത് നമുക്ക് വരുന്നു ഒരു ഫോട്ടോഷൂട്ടിന് കുറച്ച് പോസസ് വരുന്നു, നമ്മൾ ഫോട്ടോസ് എടുത്തു, അതിൽ ബെസ്റ്റ് വൺ നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ പോസ്റ്റർ ആയിട്ട് യൂസ് ചെയ്തു. അതും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്, ബട്ട് കുറെ കമ്പാരിസൺ വരുന്നത് വിച്ച് ഇസ് നൈസ് ഇൻ എ വേ. വിധേയൻ ഇസ് എ ഗ്രേറ്റ് ഫിലിം. ഇത്രയും വർഷമായിട്ട് മമ്മൂക്ക ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. മമ്മൂക്കയുടെ ഒരുപാട് അഭിനയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ചിരികൾ, മമ്മൂക്ക തന്നെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ചിരികൾ ചിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ലൈക്ക് ഈ ഒരു കൊടുമൺ പോറ്റി ഒരു ചിരി ചിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക ചിരിച്ച ഒരു ചിരി കണ്ട് നമ്മൾ തിയേറ്ററിൽ നമ്മളുടെ കണ്ണ് തള്ളി. ഇത് റിയൽ ലൈഫിൽ നേരിട്ട് കണ്ട നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ ചിരി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നി? അല്ല, മമ്മൂക്കയുടെ ലൈക്ക് നമ്മൾ തന്നെ ഞെട്ടിപ്പോയി സ്ക്രീനിൽ അത് കണ്ട സമയം. അത് ഡയറക്ടർ ഉദ്ദേശിച്ച പോലെ ആ ക്യാരക്ടറിനെ എത്തിക്കുന്നതാണല്ലോ. അതൊക്കെ ആ ഫസ്റ്റ് ടേക്കിൽ തന്നെ ആ ഒരു ചിരി ലൈക്ക് ഉദ്ദേശിച്ച ചിരി കിട്ടിയോ? മമ്മൂക്ക ജസ്റ്റ് 1 or 2 takes just coming, delivering and going. We are like super satisfied. അങ്ങനെ ചില പെർഫോമൻസസ് ഒക്കെ നമുക്ക് ഇതിന് മേലെ ചോദിക്കാൻ നമുക്ക് തോന്നില്ല. നമ്മൾ വിഷ്വലൈസ് ചെയ്തതിനെക്കാട്ടിലും സുപ്പീരിയർ പുള്ളിയുടേതായിട്ടുള്ള ഹോംവർക്ക് ചെയ്തിട്ടാണ്. രാവിലെ തന്നെ മമ്മൂക്ക എൻ്റെ കംപ്ലീറ്റ് ഡയലോഗ്സ് പഠിക്കുകയും കാരവാനിൽ ഇരുന്നിട്ട് ഫസ്റ്റ് ഒരു ചെറിയൊരു നമ്മളൊരു സെഷൻ ഇന്ന് സംസാരിക്കും, ഡിസ്കസ് ചെയ്തിട്ടാണ് പിന്നെ സെറ്റിലേക്ക് വന്നിട്ട്. സോ ഹീസ് ഡെലിവറി ആണല്ലോ ആ ക്യാരക്ടർ, പുള്ളിയുടേതായിട്ടുള്ള ഒരു വർക്കും ഈ പറഞ്ഞ സാധനങ്ങൾ അതിൽ ഇവര് പിടിച്ചു നിൽക്കുന്നുണ്ട്. അതാണ് ഭയങ്കര സർപ്രൈസിങ്. ഈ ഒരു മൂവിയുടെ എൻഡിങ്ങിനോടടുത്ത് തന്നെ നമുക്ക് ഈ അർജുൻ ചേട്ടൻ്റെ ക്യാരക്ടറും പോകുമ്പോൾ അരുവിയും വെള്ളാരം കല്ലുകളും കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ലൈക്ക് ഇതിനു മുമ്പ് തന്നെ അർജുൻ അശോകൻ ചേട്ടൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, വീടിന്റെ ഭാഗം പറയുമ്പോൾ അരുവിയും വെള്ളാരം കല്ലിന്റെ പോർഷനൊക്കെ. അപ്പൊ ഈ മനയുടെ ഇത്രയും അടുത്ത് തന്നെ ആയിരുന്നോ പുള്ളിയുടെ വീട്, അതോ ചാത്തൻ അവിടെ ട്രാപ്പ് ചെയ്തതായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും വിഷ്വലി അങ്ങനെയൊന്നും നമുക്ക് തോന്നാൻ ഒന്നുമില്ല. അരുവി വെള്ളാരം കല്ല് വേറെ ഏതോ വെള്ളാരം കല്ല് അത്ര അടുത്തല്ല. ഇതൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ ഡീകോഡിങ്ങിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളാ. അത്തരം റീഡിങ്സ് അതാണ് പുള്ളിയും പറഞ്ഞത്. അതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇങ്ങനത്തെ ഇൻഫർമേഷൻ ഇപ്പൊ ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതിന്റെ അടുത്തായിരുന്നു വീട്, പക്ഷെ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതുപോലെ നമ്മുടെ എൻഡിങ്ങിലോട് എടുക്കുമ്പോൾ തന്നെ ഇവരെ ആ ഒരു ബിൽഡിങ്ങിൽ ഇങ്ങനെ ട്രാപ്പ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ആ ബിൽഡിംഗ് ഇങ്ങനെ ചെറുതായി വന്ന് ആ ഒരു റൂം, അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ടോ? അത് എന്തെങ്കിലും മീൻ ചെയ്യുന്നുണ്ടോ? വിഷ്വൽ ആൻഡ് ഓഡിയോ എക്സ്പീരിയൻസ് കൊണ്ടുവരാന്നുള്ളതായിരുന്നു. That was the task actually. ഓഡിയൻസിനെ എങ്ങനെ, അതാണ് ഈ തിയേറ്റർ ഡിസൈൻ ഫിലിം ആകുമ്പോൾ
അങ്ങനെയൊക്കെ കുറച്ച് എലമെന്റ്സ് കൊണ്ടുവരുമ്പോൾ മേ ബി ചാത്തൻ അതിൽ പറയുന്നുണ്ടല്ലോ നൗ ദി അറ്റാക്ക് ഇസ് സൈക്കോളജിക്കൽ എന്ന് പറയുന്നുണ്ട്. സോ ഹൗ ഡു യു മാനിപ്പുലേറ്റ്, ഹൗ ഡു യു അറ്റാക്ക് സൈക്കോളജിക്കലി? സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനത്തെ കുറച്ച് സീക്വൻസ് വർക്കൗട്ട് ചെയ്തെടുത്തത്. ഈ എൻഡിങ് കാലഘട്ടം കാണിക്കുമ്പോൾ പറങ്കികൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ, അതിപ്പോ ഒരു കാലഘട്ടം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ അങ്ങനെ ഒരു സീൻ കൊണ്ടുവന്നത്? ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും നേരം ഒരു ഫിക്ഷണൽ സെറ്റിംഗിൽ ഒരു സ്റ്റോറി പറഞ്ഞ് പിന്നെ ലാസ്റ്റ് സിദ്ധുവിൻ്റെ ക്യാരക്ടർ അവിടെ എൻഡ് ചെയ്യുന്നത് ഒരു ഗൺ ഷോട്ടിലാണ്. അത് ആ ഫിക്ഷൻ മാറി ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. സോ അതിന് മറ്റൊരു രൂപത്തിലും ഭാവത്തിലും ഒരു ചാത്തൻ അതെ അവിടെ നിറയെ ഓടി വരുമ്പോ ഫൈനലി അതെ വേറൊരു സാധനം. സോ നമ്മൾ ഓൾറെഡി ഇത് കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കണ മാതിരി ആയിപ്പോ. ബട്ട് പറയാം, ആക്ച്വലി നമ്മൾ ഫോറസ്റ്റ് അത് വൈൽഡാണ്, ഇറ്റ്സ് ഡെഡ്ലി, അതിൻ്റെ സെറ്റിംഗ് തന്നെ അങ്ങനെയാണെന്നുള്ള തുടക്കത്തിൽ നമ്മൾ കാണിച്ചു. അപ്പോൾ ടുവേഴ്സ് ദി എൻഡ് അങ്ങനെ ആ വേലക്കാരൻ്റെ ക്യാരക്ടർ അവിടെ നിന്ന് ആ പുഴ കിടക്കാൻ നിൽക്കുമ്പോൾ യു ഫീൽ ദാറ്റ് ഓക്കെ മുന്നിൽ നിൽക്കുന്നത് സംതിങ് എൽസ് എന്ന് പറയും. ബിക്കോസ് ഐ ഓൾറെഡി എസ്റ്റാബ്ലിഷ് കാട്ടിൻ്റെ ഉള്ളിൽ യക്ഷിയുണ്ട് അങ്ങനെ. സോ അവിടെ ഒരു സർപ്രൈസ് എലമെന്റ് കൊണ്ടുവരാനാണ് ദിസ് വൺ റീസൺ. അറ്റ് ദ സെയിം ടൈം അവർ അങ്ങനെ പോർച്ചുഗീസ് അവർ അവിടെ വരുമ്പോൾ ഇറ്റ്സ് ബിക്കമിങ് അഗെയിൻ പവർ ഷിഫ്റ്റ് ഫ്രം വൺ സോഴ്സ് ടു അഗെയിൻ എ സുപ്പീരിയർ, വേറെ രൂപത്തിലും ഭാവത്തിലുള്ള മറ്റൊരു ചാത്തൻ. സോ ദാറ്റ്സ് ദ ഇന്റൻഷൻ. അതുപോലെ നമ്മൾ അതിൽ കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഒരുപാട് അറപ്പ് തോന്നിയ സീന ആ ഒരു കോഴിയൊക്കെ ഇട്ട് കുക്ക് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ എന്താ കുക്ക് ചെയ്തോണ്ടിരുന്നത്? ഒരു സൂപ്പാണ്, ബ്രഹ്മയുഗം സൂപ്പ്. മമ്മൂക്കായെ പോലെ ഇത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് എങ്ങനെയാ നിങ്ങൾ ഈ ചിക്കനൊക്കെ ഫുൾ ചിക്കനൊക്കെ കടിച്ച് വെറുപ്പിച്ച് കഴിച്ചത്? കോൺഷ്യസ് ആണെങ്കിലും പക്ഷെ നല്ല സീനായിരുന്നു അത്. പുള്ളി കഴിക്കുന്നത് കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ നല്ല സീൻ. അത് ആക്ച്വലി സെക്കൻഡ് ഡേയോ തേർഡ് ഡേയോ മറ്റേ സെക്കൻഡ് ഡേ അപ്പൊ തന്നെ നമുക്ക് അത് വന്ന് ആ ഷോട്ടൊക്കെ തന്ന മാനറിസം ഒക്കെ വന്നപ്പോ തന്നെ ഭയങ്കര പുള്ളി വർക്ക് ചെയ്യണം ഈ ക്യാരക്ടറിനെ എങ്ങനെ പോർട്രേ ചെയ്യണം എന്നുള്ള പുള്ളിയുടെ ഒരു ഹോംവർക്ക് ഉണ്ട്. ബാലൻസ് ഉണ്ടല്ലോ, ആ ക്യാരക്ടറിന് രണ്ട് ഷെയ്ഡ് ഉണ്ട്. സോ ഹീസ് ട്രൈങ് ടു ബി ഹ്യൂമൻ, inside it's something else. So ആ ക്രീച്ചർ നേച്ചർ പിന്നെ ഒരു വൈൽഡ് ഒരു സാധനം പുറത്തേക്ക് വരുന്നത് ത്രൂ ഈ മാനറിസം ആണ്. ബിഹേവ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഇമോഷൻലെസ് ക്യാരക്ടറാണ്. സഡൻ ആയിട്ട് തേവന്റെ അടുത്ത് പറയുമ്പോൾ ചൂടാവുന്നതും predict ചെയ്യാനേ പറ്റാത്തൊരു ബട്ട് ഇറ്റ്സ് ട്രൈങ് ടു മിമിക് ദി അതർ പേഴ്സൺസ് ഐഡന്റിറ്റി. അതുപോലെ നമ്മൾ ആ ഒരു സീനില്ലേ, നീ നശിച്ചു പോട്ടെ എന്നൊക്കെ പറയുന്ന ഒരു സീനില്ലേ, ശപിക്കുന്ന സീൻ, അതൊക്കെ ലൈക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് കൂടിയാലും കുറഞ്ഞാലും കൈവിട്ടു പോകുന്ന സീൻസ് ആണ്. അതാണ് ആ ആക്ടറിന്റെ ഒരു പോർട്രയലാണ്. ഉള്ളില് ഇത് എങ്ങനെ പോർട്രേ ചെയ്യണം എന്ന് ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് ഹൗ ഷീ ക്രിയേറ്റഡ്. ഞങ്ങളെ അത് കറക്റ്റ് ഐഡിയയിലാണ് പുള്ളി ചെയ്തത്. ലൈക്ക് മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ സീനിൽ മമ്മൂക്ക ഇങ്ങനെ കഴുത്തിൽ പിടിച്ച് വെക്കുന്ന സീൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ലൈക്ക് ആ ടൈമിൽ എന്തെങ്കിലും ബിഹൈൻഡ് ദ സീൻ മെമ്മറീസ് ഒക്കെ ഉണ്ടോ? നമുക്ക് വിഷ്വലി കാണുമ്പോൾ ഭയങ്കര പ്രഷർ, പിടുത്തവും ഒക്കെ ഭയങ്കര ഹെവി ആണെന്ന് തോന്നും. ബട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അർജുനെ ഇങ്ങനെ കഴുത്തി പിടിക്കുന്ന സീനുണ്ട്, വേലക്കാരനെ കഴുത്തി പിടിക്കുന്ന സീനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ചോദിക്കുമ്പോ ലൈക്ക് ദ ഹോൾഡ് വാസ് വെരി ലൈറ്റ് സോഫ്റ്റ് എന്ന് പറയുന്നത്. സോ അത് ഭയങ്കര നമ്മൾ വേറെ കൂടുതൽ പഠിക്കണത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ലൈക്ക് മമ്മൂക്ക ഈ ഒരു സിനിമയ്ക്ക് നോ പറഞ്ഞിരുന്നെങ്കിൽ ബ്രഹ്മയുഗം ഉണ്ടാവുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. പുള്ളി നോ പറഞ്ഞാൽ നമ്മൾ നോ. വേറൊരാളെ വെച്ചിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ടഫാണ്, അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇല്ല, മമ്മൂക്കയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ക്യാരക്ടറാണ് കൊടുമൻ പോറ്റി. സോ ഫസ്റ്റ് തൊട്ടേ എൻ്റെ കംപ്ലീറ്റ് എനർജി മമ്മൂക്കേനെ ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. സോ വെരി ഹാപ്പി ദാറ്റ് പുള്ളി അത് അക്സെപ്റ്റ് ചെയ്തു, ആൻഡ് വെരി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ടു വർക്ക് വിത്ത് an amazing team, cast and crew. So everything gelled. Yeah, everything just worked. അല്ല, ഫസ്റ്റ് ടൈം ഈ ഒരു കഥ പറഞ്ഞപ്പോൾ തന്നെ മമ്മൂക്ക ഓക്കെ പറഞ്ഞിരുന്നോ? പുള്ളി ഫസ്റ്റ് തന്നെ ഞാൻ കഥ പിച്ച് ചെയ്തു, അപ്പൊ തന്നെ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു.
പിന്നെ പറഞ്ഞു നമുക്ക് സ്ക്രിപ്റ്റ് റീഡിങ്ങിലേക്ക് വേറെ ദിവസം ഇരിക്കാന്ന് പറഞ്ഞു. കാസ്റ്റിംഗിലൊക്കെ എന്തെങ്കിലും സജഷൻ ഉണ്ടായിരുന്നോ? ഈ പറയുന്ന ആകെ 5 ക്യാരക്ടറല്ലേ ഉള്ളൂ. ഇല്ല, നമ്മൾ ഓവർ ഡിസ്കഷൻ ഇങ്ങനെ പലതും ഞാനും ഇങ്ങനെ ബൗൺസ് ചെയ്യും, വാട്സാപ്പ് ചെയ്ത് ഇക്കായതോ നമുക്ക് എങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. സോ പുള്ളിയുടെയും സജഷൻസ് ഒക്കെ വരും. അപ്പോൾ എൻ്റെ ഐഡിയാസും പറഞ്ഞു കൊടുക്കും. അപ്പോൾ പുള്ളി പറയാ നല്ലതാണെങ്കിൽ നല്ലതാണ് എന്ന് പറയും. പല ഇതിലും. അപ്പോൾ എന്തായാലും ബ്രഹ്മയുഗം ഇത്രയും നല്ലൊരു സിനിമ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ഒരുപാട് താങ്ക് യു. ആൻഡ് ഇനിയും OTT-ൽ ഇപ്പോൾ റിലീസായില്ലേ, ഒരുപാട് മൂവി ഇനിയും വിജയിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.